എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും പെരുന്നാൾ ആശംസകൾ നേരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇപ്പോൾ നമ്മുടെ സിനിമാ ലോകത്ത് അടിപിടി നാശകോശമായിട്ട് നടക്കുന്ന കാര്യം. അതായത് സിനിമാ ഫീൽഡില് താരസംഘടനയായിട്ടുള്ള അമ്മയിലുള്ള അടിപിടിയെ കുറിച്ചിട്ടൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാല്. അപ്പോൾ ഇവിടെ ഇത്തിരി മുമ്പ് പുറത്ത് വന്നൊരു വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ അൻസിബ ഹസൻ ഇപ്പോൾ നിയമ നടപടിക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ ഇന്നലെയും അറിഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അറിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അൻസിബ ഈ പറയുന്ന ലക്ഷ്മി പ്രിയയ്ക്കും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥയുടെയും പേരിൽ നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്തു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ശരിക്കും നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും, അയ്യോ 1, 2, 5, 10 ലക്ഷം രൂപയുടെ കേസ് ആയിരിക്കും കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത്ര രൂപ, അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ ആയിരിക്കും നമ്മളൊക്കെ ചിന്തിക്കുന്നത് അല്ലെ. നമ്മളെ പോലുള്ള സാധാരണക്കാരൊക്കെ ആ ഒരു തുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊക്കെ എടുത്താൽ പൊങ്ങാത്ത ഒരു തുക തന്നെയാണ്. കാരണം നമ്മുടെയൊക്കെ ഈ ഒരു ആയുസ് മുഴുവനും നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും അത്രയും രൂപ ഒരുമിച്ച് കാണാൻ പോലും സാധിക്കുകയില്ല. അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ അൻസിബ ഹസൻ നമ്മുടെ ലക്ഷ്മി പ്രിയയുടെയും അതുപോലെ തന്നെ അവരെ ഇൻസൾട്ട് ചെയ്തു എന്ന് പറയപ്പെടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെയും പേരിൽ 1 കോടി രൂപയുടെ നഷ്ടപരിഹാരത്തിനാണ് അവർ കേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ട് എത്തിച്ചത് എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല, ശ്വേതാ മേനോനാണ് എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരു ഉത്തരവുണ്ട്. ആ ഒരു ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള വാർത്തയുടെ ചെറിയ ഒരു ക്ലിപ്പ് കേട്ടിട്ട് വരാം. അനൂപ്, ഒരു വാട്സപ്പ് മെസ്സേജ് ഉണ്ടാക്കിയ ഒരു പൊല്ലാപ്പിന്റെ തുടർച്ചയിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഒരു പരാതിയിലേക്ക് പോയിരിക്കുന്നത്. അത് ആഭ്യന്തരമന്ത്രിക്ക്, ആഭ്യന്തര സെക്രട്ടറിക്ക്, ഒപ്പം സംസ്ഥാന പോലീസ് മേധാവിക്ക്, ഇവർ 3 പേർക്കുമാണ് അൻസിബ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ എതിർപക്ഷത്തുള്ള 2 പേർ എന്ന് പറയുന്നത് നടി ലക്ഷ്മി പ്രിയയും അതുപോലെ തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ വനിതാ SI ആയിട്ടുള്ള രേഷ്മയുമാണ്. ഇതിൽ അൻസിബ നൽകിയിരിക്കുന്ന പരാതി പ്രകാരം പറയുന്നത്, അൻസിബ ലക്ഷ്മി പ്രിയയ്ക്ക് ജനുവരി മാസത്തിൽ എപ്പോഴും ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുന്നു. ഈ വാട്സപ്പ് മെസ്സേജ് ലക്ഷ്മി പ്രിയയുടെ ഭർത്താവ് അതിനെ തെറ്റിദ്ധരിക്കുന്നു. ഇതേ തുടർന്ന് ലക്ഷ്മി പ്രിയയ്ക്കും ഭർത്താവിനും ഇടയിൽ ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതിന് പിന്നാലെ തന്നെ ഒരു ദിവസം തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും അവിടെ വെച്ച് തന്നോട് ഈ SI രേഷ്മയും മറ്റും വളരെ മോശമായി പെരുമാറുകയും തന്നെ ഭീഷണിപ്പെടുത്തി ലക്ഷ്മിയുടെ ഭർത്താവിനെ ഫോൺ ചെയ്യിച്ച് താൻ തെറ്റായൊന്നും ഉദ്ദേശിച്ചല്ല മെസ്സേജ് അയച്ചത് എന്നുള്ള മറുപടി തന്നിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. അത് തനിക്ക് വലിയ അപമാനം ഉണ്ടാക്കി എന്നുള്ളതാണ് അൻസിബ പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥക്കെതിരെയും ഈ ലക്ഷ്മി പ്രിയക്കെതിരെയും നടപടിയെടുക്കണമെന്നാണ് അൻസിബയുടെ ആവശ്യം. അതോടൊപ്പം തന്നെ തനിക്കുണ്ടായ അപമാനത്തിന് 1 കോടി രൂപയുടെ നഷ്ടപരിഹാരം വേണമെന്നും ഈ പരാതിയിൽ ആഭ്യന്തരമന്ത്രിയോടും DGPയോടും അൻസിബ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സർക്കാരിന്റെ ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്ന് ഈടാക്കിയോ തനിക്ക് 1 കോടി രൂപ നൽകണം എന്നുള്ളതാണ് അൻസിബയുടെ ആവശ്യം. എന്തായാലും മാത്രമല്ല, ഈ സംഭവം പറഞ്ഞ് അമ്മ യോഗത്തിൽ പോലും തന്നെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം നടന്നുവെന്നും അൻസിബ പരാതിയിൽ പറയുന്നുണ്ട്. ഇതെന്തായാലും ഈ അമ്മയിലെ ഈ 2 എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തമ്മിലുള്ള തർക്കം ഒരു നിയമപരമായ പരാതിയായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതേസമയം ഇത് സംഘടനയുമായിട്ടൊരു ബന്ധമില്ലെന്നും സംഘടനയ്ക്ക് പുറത്ത് 2 വ്യക്തികൾക്കിടയിൽ നടന്നൊരു പ്രശ്നം മാത്രമാണ് എന്നുള്ളതുമാണ് താരസംഘടനയുടെ നേതൃത്വത്തിന്റെ ഒരു വിശദീകരണം. ഇതിനിടയിൽ ഉണ്ടായിരിക്കുന്ന മറ്റൊരു സംഭവവികാസം, അൻസിബ അടക്കം 4 താരങ്ങൾക്ക് ഇപ്പോഴുണ്ടായ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ട് അമ്മ ഓഫീസിൽ ഹാജരായി വിശദീകരണം നൽകണമെന്ന് അമ്മ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അത് അൻസിബയ്ക്ക് പുറമെ ടിനി ടോം, അതുപോലെ തന്നെ ലക്ഷ്മി പ്രിയ, അതുപോലെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള കുക്കു പരമേശ്വരൻ എന്നിവരോടാണ് ജൂൺ 1-ാം തീയതിക്കും 3-ാം തീയതിക്കും ഇടയിൽ നേരിട്ടെത്തി ഹാജരാവാനുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്നാൽ അൻസിബ പറയുന്നത് ഇനിയിപ്പോൾ അമ്മ നേതൃത്വത്തോട് തന്റെ പരാതികളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് ഒരു നിഷ്പക്ഷ സമിതി രൂപീകരിക്കണം. ആ സമിതിയിൽ രമേശ് പിഷാരടി, മാല പാർവതി, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ ഉണ്ടാകണം. അങ്ങനെ ഒരു സമിതി ഉണ്ടെങ്കിൽ മാത്രമേ തന്റെ പരാതികൾ ഇനി അമ്മ നേതൃത്വത്തോട് പറയാൻ താൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അൻസിബയുടെ നിലപാട്. അപ്പോൾ അൻസിബയുടെ ഈ ആവശ്യത്തോട് എങ്ങനെ സംഘടനാ നേതൃത്വം പ്രതികരിക്കുമെന്നുള്ളതും പ്രധാനമാണ്. ജൂൺ 21-ാം തീയതി സംഘടനയുടെ ജനറൽ ബോഡി യോഗം ചേരാനിരിക്കുകയാണ്. അപ്പോൾ ആ ജനറൽ ബോഡി യോഗത്തിന് മുന്നോടിയായിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ ഒരു സംഭവം ഒരു നിയമപരമായ ഒരു കേസിന്റെ രൂപത്തിലേക്കൊക്കെ മാറാനുള്ള സാധ്യത ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ള കാര്യം. ശരിക്കും ഇത്രയധികം ഇവർ തമ്മിലുള്ള ഒരു വിഷയം വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ ലക്ഷ്മി പ്രിയയുടെ ഫോണിലേക്ക് ഈ പറയുന്ന നമ്മുടെ അൻസിബ ഹസൻ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ ആ ഒരു വാട്സപ്പ് മെസ്സേജ് ഈ പറയുന്ന ലക്ഷ്മി പ്രിയയുടെ ഹസ്ബൻഡ് കാണുകയും അവർ തമ്മിൽ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിന്റെ പേരിൽ ഈ പറയുന്ന ലക്ഷ്മി പ്രിയയ്ക്ക് അൻസിബയോട് ദേഷ്യം തോന്നുകയും ആ ഒരു പുള്ളിക്കാരത്തിയെ വിളിച്ചിട്ട് ഈ ഒരു സംഭവത്തെ പറ്റിയിട്ട് ഹസ്ബൻഡിനോട് സംസാരിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണ്. പിന്നീട് നമ്മുടെ അൻസിബ ഹസൻ അത് അനുസരിക്കാതെ വന്നപ്പോൾ പുള്ളിക്കാരത്തി കേസ് കൊടുത്തു എന്നാണ് ഈ പറയുന്ന ലക്ഷ്മി പ്രിയ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ആ ഒരു കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അൻസിബ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് അവിടെ വെച്ചിട്ട് അൻസിബയെ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥയും അതുപോലെ തന്നെ ലക്ഷ്മി പ്രിയയും കൂടി ചേർന്ന് അപമാനിച്ചു എന്നാണ് പറയുന്നത്. ഇതിന്റെ പേരിലാണ് അൻസിബ കേസിലേക്ക് പോയിരിക്കുന്നതും.
പിന്നെ അവിടെ വെച്ച് അൻസിബയോട് ലക്ഷ്മിപ്രിയയുടെ ഹസ്ബൻഡിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരുത്തി സംസാരിക്കണമെന്ന് പറയുകയും അങ്ങനെ നമ്മുടെ അൻസിബ ഹസന് ഈ പറയുന്ന ലക്ഷ്മിപ്രിയയുടെ ഹസ്ബൻഡിനെ വിളിച്ച് സംസാരിക്കേണ്ട ആ ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അത് വലിയ അപമാനമാണ് അൻസിബ ഹസന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻസൾട്ട് താങ്ങാവുന്നതിൽ അപ്പുറമായതുകൊണ്ടാണ് അവര് നിയമ നടപടിക്ക് ഇറങ്ങി തിരിച്ചത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ നേരത്തെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഇതിനെ തുടർന്ന്, അതാണ് ഞാൻ നേരത്തെ ശ്വേതാ മേനോനിലേക്ക് വരാമെന്ന് പറഞ്ഞത്. ശ്വേതാ മേനോനാണ് ഈ വിഷയം ഇത്രയും വഷളാക്കിയത് എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യവും ഇത് തന്നെയാണ്. ഈ പറയുന്ന അൻസിബ ഹസൻ അമ്മയുടെ തന്നെ പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ ശ്വേതാ മേനോനോട് ഇതേക്കുറിച്ചിട്ട് പറഞ്ഞിട്ട് അതിനെതിരെ ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിനെതിരെ ഒരു ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ ഇതേ തുടർന്ന് ഒരു കമ്മിറ്റി കൂടി അതില് ലക്ഷ്മിപ്രിയയെ ചോദ്യം ചെയ്യുകയോ താക്കീത് കൊടുക്കുകയോ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു വിഷയം മുഖവിലേക്ക് ശ്വേതാ മേനോൻ എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും രൂക്ഷമായിട്ട് ഈ ഒരു വിഷയം പോവുകയില്ലായിരുന്നു എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു വിഷയത്തെ തുടർന്ന് പലയിടത്തും ശ്വേതാ മേനോൻ പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരത്തി ഒന്നും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഒരു കാര്യം അറിഞ്ഞില്ല. ഒരു പ്രസിഡന്റ് ആയിട്ട് ഇരുന്നിട്ട്, അതും താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് ആയിട്ട് ഇരുന്നിട്ടും ഈ പറയുന്ന ശ്വേതാ മേനോൻ ഒന്നും അറിഞ്ഞിരുന്നില്ലെങ്കിൽ പിന്നെ അവരെ എന്തിനു കൊള്ളാം? ആ ഒരു താരസംഘടനയുടെ തലപ്പത്ത് പ്രസിഡന്റ് ആയിട്ട് ഇരിക്കാനുള്ള എന്ത് യോഗ്യത, എന്ത് ക്വാളിറ്റിയാണ് ഈ പറയുന്ന ശ്വേതാ മേനോന് ഉള്ളത് എന്ന് ചോദിക്കാതിരിക്കാൻ നിവർത്തിയില്ല. പിന്നീട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടിനി ടോമിന്റെ കാര്യം തന്നെയാണ്. ടിനി ടോം ഈ ഒരു സ്ത്രീയോട് വളരെ മോശമായിട്ട് പെരുമാറി, അവരെ തെറി വിളിച്ചു, അവരെ അശ്ലീലം പറഞ്ഞു, അവരെ കുറിച്ചിട്ട് അപവാദങ്ങൾ പ്രചരിപ്പിച്ചു. അതുപോലെ തന്നെ മോഹൻലാൽ ഉൾപ്പെടെയുള്ള ചില നായക നടന്മാരെ പറ്റി പോലും ചേർത്ത് അനാവശ്യങ്ങൾ പറഞ്ഞു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പിന്നീടുള്ള ഒരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഈ പറയുന്ന ഹൻസിബ ഹസൻ പ്രൊഡക്ഷൻ കൺട്രോൾ ആണെന്ന് തോന്നുന്നു. കൈലാസ് എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടിട്ട് പെരുന്നാളിന്റെ സമയത്ത് നോമ്പ് പിടിപ്പിക്കുകയോ അതുവഴി മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുകയോ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന ടിനി ടോം പറയുകയും, ശരിക്കും നമ്മൾ ഇന്നലെ കണ്ടതാണ്. ആ ഒരു കൈലാസ് എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ശരിക്കും അയാളെ ആരും നിർബന്ധിച്ചിട്ടല്ല അയാൾ അന്ന് വ്രതം എടുത്തിട്ടുണ്ടായിരുന്നത്. അത് എല്ലാവരും പലരും ചെയ്തപ്പോൾ അയാൾക്ക് അത് ചെയ്യണമെന്ന് തോന്നി, ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് മാത്രം അയാൾ ചെയ്തതാണ് എന്ന് അയാൾ തുറന്നു പറയുകയും ചെയ്തു. പക്ഷേ അതിനെ വളച്ചൊടിച്ചിട്ട് ഹൻസിബ പറഞ്ഞിട്ടാണ് അയാൾ അത് ചെയ്തതെന്നും മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് പലരെയും ഹൻസിബ നിർബന്ധിപ്പിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന ടിനി ടോം പറഞ്ഞു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളാണ് പുറത്തു വരുന്നത്. അത് മാത്രമല്ല, അതുകൊണ്ടും തീർന്നിട്ടില്ല, ജിഹാദി എന്ന് വിളിച്ച് ടിനി ടോം അപമാനിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തെ നഖശികാന്തം എതിർത്തുകൊണ്ട് നമ്മുടെ ടിനി ടോം രംഗത്ത് വരുന്നതൊക്കെയാണ് നമ്മൾ കണ്ടത്. അതിന് സപ്പോർട്ട് മൂളിക്കൊണ്ട് കുറച്ച് പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു, പ്രിയങ്ക ഉൾപ്പെടെയുള്ള കുറച്ചെണ്ണം. പ്രിയങ്കയായാലും ലക്ഷ്മിപ്രിയ ആയാലും ശ്വേതാ മേനോൻ കിടന്ന് മലക്കം അറിയാണ് ചെയ്യുന്നത്. കാരണം പുള്ളിക്കാരത്തിയാണെങ്കിൽ, അതായത് സിനിമയിലെ താരസംഘടനയെ കുറിച്ച് പറയുകയാണെങ്കിൽ പല ഗ്രൂപ്പുകളായിട്ട് ചേരി തിരിഞ്ഞാണ് നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു തരത്തിലുള്ള ഐക്യതയെ ഇല്ല അവിടെ. എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ മാത്രം സേഫ് ആക്കിക്കൊണ്ടുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിപ്രിയയായിരുന്നു ശരിക്കും ഈ ഒരു വിഷയത്തിന്റെ ഏറ്റവും വലിയ മൂല കാരണം എന്ന് പറയുന്നത്. ഇതിനെ 2-3 മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ കണ്ടതാണ്. ഒരു ഫംഗ്ഷനിൽ അവരുടെ ഡാൻസിന് ഒരുങ്ങി നിന്ന പിള്ളേരെ മുൻപേ കയറ്റിയില്ല, നീന കുറുപ്പിന്റെ ഫാഷൻ ഷോയിലെ പിള്ളേരെയാണ് മുൻപേ കയറ്റി വിട്ടത് എന്ന് പറഞ്ഞിട്ട് നീന കുറുപ്പിനെ വിളിച്ച തെറിവിളി, എന്റെ അമ്മാതിരി അഡാറ് തെറികളാണ് ഈ പറയുന്ന ലക്ഷ്മിപ്രിയ വിളിച്ചിട്ടുണ്ടായിരുന്നത്. തെറിവിളി എന്ന് പറയുന്നത് മാത്രമല്ല, ശാപവാക്കുകൾ, വളരെ വൃത്തികെട്ട രീതിയിലുള്ള പുഴുത്ത് ചാവും, പഴുത്ത് ചാവും, നീ അനുഭവിക്കും, നരകിക്കും എന്നൊക്കെ പറഞ്ഞ് വളരെയധികം മ്ലേച്ഛമായിട്ടുള്ള ശാപവാക്കുകളും ഈ പറയുന്ന ലക്ഷ്മിപ്രിയ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലക്ഷ്മിപ്രിയ തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം സ്റ്റാർട്ടിങ് വെച്ച് കൊടുത്തത്. ഈ ഒരു ലക്ഷ്മിപ്രിയ തന്നെയാണ് ഈ പിന്നീടുണ്ടായ ഈ പ്രശ്നങ്ങൾക്കെല്ലാത്തിനും തുടക്കം കുറിച്ചത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് മാത്രമല്ല, ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ, ഒരു പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഒരാൾ ഒരു പരാതി വന്ന് പറയുകയാണെങ്കിൽ അതിന്റെ മൂലകാരണം അന്വേഷിച്ചിട്ട് ആരൊക്കെയാണ് കുറ്റാരോപിതനെന്നും പരാതിക്കാരി എന്നൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവരെ ഒരുമിച്ചിരുത്തി സംസാരിച്ചാൽ തീരുന്ന ഒരു പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെയാണ് ഇത്രയും വലിയ പ്രശ്നമാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോ ആ ഒരു പ്രശ്നം കോടതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള പോക്കാണ് നമ്മുടെ താരസംഘടന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, അപ്പോൾ ഇവിടെ എനിക്ക് ഈ പറയുന്ന ഹൻസിബ ഹസൻ 1 കോടി രൂപ നഷ്ടപരിഹാരമായിട്ട് വേണം എന്ന് പറഞ്ഞതിൽ എനിക്ക് ഒരു തെറ്റും കാണുന്നില്ല. കാരണം അവരെ അത്രയധികം അപഖ്യാതി പറഞ്ഞത് കൊണ്ടാണല്ലോ അവരത് ആവശ്യപ്പെട്ടത്. പക്ഷേ അതിൽ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ ആ ഒരു നഷ്ടപരിഹാരമായിട്ട് കിട്ടേണ്ട 1 കോടി രൂപ
ഈ പറയുന്ന പോലീസുകാരി ഉണ്ടല്ലോ, അവരെ ഇൻസൾട്ട് ചെയ്ത പോലീസുകാരിയുടെ കയ്യിൽ നിന്നും ലക്ഷ്മിപ്രിയയിൽ നിന്നും കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അവരിൽ നിന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ സർക്കാരിൽ നിന്നും കൊടുക്കണം എന്നാണ് പറയുന്നത്. അത് എവിടത്തെ ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സർക്കാരിന് എന്ത് ബാധ്യതയാണ് ഉള്ളത്? ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഐക്യതയില്ലാണ്ട് വായി തോന്നുന്നതൊക്കെ വിളിച്ച് അടിപിടി കൂടുന്നിടത്ത് സർക്കാരിന്റെ പണം എന്തിനു തരണം? അതും 1 കോടി രൂപ. ഒന്നാമത് ഖജനാവ് മൊത്തം കൊള്ളയടിച്ച് കാലിയാക്കി ഇട്ടിട്ടാണ് ഓരോരുത്തർ ഇറങ്ങി പോയിരിക്കുന്നത്. അപ്പോ ആകെ ശേഷിച്ച പൈസയിൽ എന്തൊക്കെ ചെയ്യണം എന്ന് പോലും അറിയാത്ത ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സർക്കാരിനോട് നിനക്കൊക്കെ തമ്മിലടിക്കുന്നതിന് 1 കോടി രൂപ വേണമെന്ന് പറയാൻ നാണമാവുന്നില്ലേ എന്നാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഹൻസിബ ഹസനോട് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ആ ഒരു പോലീസുകാരിയോടോ ടിനി ടോമിനോടോ അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയയോടോ പൈസ തരണമെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം നിങ്ങളെ അത്രയധികം മാനഹാനിപ്പെടുത്തി എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം നിങ്ങളൊക്കെ തന്നെ അതിനുള്ള തെളിവുകളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ അവര് തന്നില്ലെങ്കിൽ ആ ഒരു പൈസ സർക്കാർ തരണം എന്ന് പറയുമ്പോൾ അത് നമ്മളിൽ ഓരോരുത്തരും തരണം എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ. കാരണം സർക്കാർ ഈ ഒരു പൈസ എന്ന് പറഞ്ഞാൽ കമ്മട്ടം വെച്ചിട്ട് അവിടെ ഇരുന്ന് അച്ചടിച്ചെടുക്കുന്നതല്ല. നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ പോലും വിയർപ്പിന്റെ ഒരു അംശം തന്നെയാണ് ഖജനാവിലേക്ക് കയറുന്നത്. അതിൽ നിന്നാണ് അവരുടെ പോലും സാലറി അവരെടുക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് 1 കോടി രൂപ തരണം എന്ന് പറയാൻ നിങ്ങൾക്ക് നാണമാവുന്നില്ലേ എന്ന് ചോദിക്കാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ നമ്മളെ പഴിക്കാനായിട്ട് ആരെങ്കിലും വന്നാലും പോയി പണി നോക്കുമെന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം സർക്കാർ ഇവർക്ക് പൈസ കൊടുക്കേണ്ട ബാധ്യത എന്താണ് സർക്കാരിന്? നിങ്ങളൊക്കെ കിടന്ന് ഐക്യതയില്ലാതെ വായി തോന്നുന്നത് പറയുന്നതിന് സർക്കാർ എന്തിനാണ് നഷ്ടപരിഹാരം നിങ്ങൾക്ക് തരുന്നത്? സർക്കാർ നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരണം എന്ന് പറയുമ്പോൾ സാധാരണപ്പെട്ട ജനങ്ങൾ നിങ്ങൾക്ക് തരണം എന്നാണ് അതിന്റെ അർത്ഥം. കാരണം സർക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നോട്ട് അച്ചടിച്ചെടുത്തിട്ടല്ല ഒന്നും ചെയ്യുന്നത്. അതായത് ഞങ്ങളെ പോലുള്ള പാവപ്പെട്ടവരൊക്കെ വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് കൊടുക്കുന്ന GSTയും ടാക്സും ഉൾപ്പെടെ നമ്മുടെയൊക്കെ വീട്ടുകരവും പുരയിടത്തിന്റെ കരവും ഒക്കെ നമ്മൾ അടയ്ക്കുന്നില്ലേ? അക്ഷയ സെന്ററിലൊക്കെ നമ്മളൊക്കെ പൈസ അടയ്ക്കുന്നില്ലേ? ഇതൊക്കെ എടുത്തിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത്. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ സാധാരണക്കാരന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിക്കൊണ്ട് നിങ്ങൾക്ക് പൈസ തരേണ്ട എന്ത് ബാധ്യതയാണ് സർക്കാരിനുള്ളത്? എന്തായാലും വല്ലാത്ത ജാതി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ എന്തായാലും ഈ ഹൻസിബ ഹസന് നീതി കിട്ടണ്ട എന്നൊന്നും നമ്മൾ ഒരിക്കലും പറയത്തില്ല. പക്ഷേ ഇമാതിരിയുള്ള വർത്തമാനങ്ങൾ ഇറക്കുമ്പോൾ അതിനെതിരെ നമ്മൾ ചോദ്യം ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾക്ക് പൈസ ടിനി ടോം തരണമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന ലക്ഷ്മിപ്രിയ തരണമെന്നോ ആ പോലീസുകാരി, നിങ്ങൾ അപമാനിച്ച പോലീസുകാരി തരണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ന്യായമുണ്ട്. പക്ഷെ അതല്ലെന്നുണ്ടെങ്കിൽ സർക്കാരെങ്കിലും തരണമെന്ന് പറയുന്നതിൽ ഒരു ന്യായവും ഇല്ല. അത് വെറും ആസ്ഥാനത്താണ്. അതങ്ങ് മനസ്സിൽ വെച്ചിരിക്കാനേ പറ്റത്തുള്ളൂ. അത് നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്, ഇപ്പോൾ ലക്ഷ്മിപ്രിയയ്ക്ക് അപ്പോൾ എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, ഒരു ഡൗട്ടാണ് കേട്ടോ. ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു എന്ന് പറയുന്നതല്ലാതെ ആ മെസ്സേജിനകത്ത് എന്താണെന്ന് ഇതുവരെയും ആരും പറയാനായിട്ട് തയ്യാറെടുക്കുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് കണ്ടു കഴിഞ്ഞാൽ ലക്ഷ്മിപ്രിയയ്ക്ക് ഇത്രയധികം പ്രശ്നം ഉണ്ടാവുന്ന ഒരു മെസ്സേജ്, അത് എന്ത് മെസ്സേജ് ആയിരിക്കും അയച്ചിട്ടുള്ളത് എന്ന് എന്നെ പോലുള്ള ഒരുപാട് ആളുകൾക്ക് ഡൗട്ടുണ്ട്. പലരും അത് ചോദിക്കുന്നുമുണ്ട്. അത് എന്ത് തരം മെസ്സേജ് ആയിരിക്കും? സ്വന്തം കുടുംബജീവിതം പോലും തകർന്നടിക്കുന്ന തരത്തിലുള്ള ഒരു മെസ്സേജ് വരണമെന്നുണ്ടെങ്കിൽ അതെന്ത് മെസ്സേജ് ആയിരിക്കും? എന്നാൽ നമ്മുടെ ലക്ഷ്മിപ്രിയ നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര കുലസ്ത്രീ ആയിട്ടുള്ള ഒരു സ്ത്രീ തന്നെയാണ് ലക്ഷ്മിപ്രിയ. അവരുടെ നോട്ടം, വാക്കുകൾ, നടത്തം, കിടത്തം, ഇത് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഒരു കുലസ്ത്രീ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ലക്ഷ്മിപ്രിയയുടെ ലൈഫ് പോലും തകർന്നടിയുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് കണ്ടു കഴിഞ്ഞാൽ അത്രയധികം പ്രശ്നമാകുന്ന തരത്തിലുള്ള എന്ത് മെസ്സേജ് ആയിരിക്കും ഹൻസിബ അയച്ചത് എന്നറിയാനായിട്ട് ഒരു കൗതുകമുണ്ട്. അപ്പൊ എന്തായാലും അത് അവർ പുറത്ത് വിടാൻ ചാൻസ് ഇല്ല. കാരണം ഇപ്പോൾ കേസൊക്കെ ആയിട്ട് കോടതി കിടക്കുകയാണ്. ഇതിനു മുമ്പ് പോലും അത് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നോ? അപ്പോൾ എന്തായാലും ഇതേക്കുറിച്ചിട്ട് വല്ലതും അറിയാവുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കുക. അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നെങ്കിലും ആ ഒരു പൈസ ഹൻസിബയ്ക്ക് കൊടുക്കണം എന്ന് പറയുന്ന കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.